ഹായ് കൂട്ടുകാരെ, ഇന്ന് 1ാം ക്ലാസ്സിലെ സൺഡേ കേറ്റീസം ഹാഫ് ഇയർലി എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ 2014 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് സെക്ഷൻ, പേര് പറയുക. ഏതെങ്കിലും 5 എണ്ണം ചോദിച്ചാൽ മതി. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതം 10 മാർക്കാണ്. ഒന്നാമത്തെ, പുല്ലും പൂവും പൂന്തോപ്പും സുന്ദര സസ്യലതാദികളും മോഹനമീ ലോകം ആരുടെ കരവിരുതാണ്? ഉത്തരം ദൈവത്തിൻ്റെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ സ്ത്രീ ആര്? ഉത്തരം ഹവ്വ. മൂന്നാമത്തെ, എല്ലാറ്റിനെയും ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചതാര്? ഉത്തരം ദൈവം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ ജനിച്ചതെവിടെ? ഉത്തരം ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ വളർത്തുപിതാവ് ആര്? ഉത്തരം യൗസേപ്പ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, അപ്പനേക്കാളും അമ്മയേക്കാളും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നത് ആരാണ്? ഉത്തരം ദൈവം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദൈവം സൃഷ്ടിച്ച സൃഷ്ടജാലങ്ങളിൽ ഒന്നിൻ്റെ പേരു പറയുക. ഉത്തരം ആകാശം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ബൈബിളിൽ ഏതു പുസ്തകത്തിലെ വാക്യമാണിത്? ഉത്തരം ഉൽപ്പത്തി. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ജീവൻ്റെ നാഥൻ ആരാണ്? ഉത്തരം ദൈവം. പത്താമത്തെ ക്വസ്റ്റ്യൻ, മനോഹരമായ പ്രപഞ്ചം നൽകിയപ്പോഴും ധാരാളം വിളവുകൾ നൽകിയപ്പോഴും മനുഷ്യർ എന്താണ് ചെയ്തത്? ഉത്തരം ദൈവത്തെ സ്തുതിച്ചു. ഇത് 10 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 5 എണ്ണത്തിൻ്റെ ഉത്തരം പറഞ്ഞാൽ മതി. 5 ചോദ്യത്തിനും 2 മാർക്ക് വീതം 10 മാർക്ക് ലഭിക്കും. അടുത്ത സെക്ഷൻ, പൂരിപ്പിക്കുക. ഏതെങ്കിലും 2 എണ്ണം ചോദിച്ചാൽ മതി. 11ാമത്തെ, ദൈവം ആദിയിൽ പുരുഷനും സ്ത്രീയുമായി ഡാഷിനെ സൃഷ്ടിച്ചു. ഉത്തരം മനുഷ്യനെ. 12ാമത്തെ ക്വസ്റ്റ്യൻ, ദൈവം സൃഷ്ടിച്ച എല്ലാറ്റിനെയും ഡാഷ് കാത്തുപരിപാലിക്കുന്നു. അവിടുന്ന് കാത്തുപരിപാലിക്കുന്നു, അല്ലെങ്കിൽ ദൈവം കാത്തുപരിപാലിക്കുന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ, എന്നെ കാത്തു സൂക്ഷിക്കാനായി ദൈവം ഡാഷ് യെ തന്നിരിക്കുന്നു. ഉത്തരം കാവൽ മാലാഖയെ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ പിറന്നാളാണ് ഡാഷ്. ഉത്തരം ക്രിസ്മസ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ദൈവം തൻ്റെ ഛായയിലും ഡാഷിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഉത്തരം സാദൃശ്യത്തിലും. ഇതിലേതെങ്കിലും 2 എണ്ണം ചോദിച്ചാൽ മതി. 2 ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം 4 മാർക്കാണ് ഈ സെക്ഷനിൽ ലഭിക്കുക. 3ാമത്തെ സെക്ഷൻ, ശരിയോ തെറ്റോ എന്നു പറയുക. ഏതെങ്കിലും 3 എണ്ണം ചോദിച്ചാൽ മതി. 16ാമത്തെ ക്വസ്റ്റ്യൻ, പകൽ വെളിച്ചം നൽകുന്നത് ചന്ദ്രനും നക്ഷത്രങ്ങളും. ഉത്തരം തെറ്റ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും അതിലുള്ള സർവ്വതും സൃഷ്ടിച്ചു. ഉത്തരം ശരി. 18ാമത്തെ ക്വസ്റ്റ്യൻ, പക്ഷികളെയും മൃഗങ്ങളെയും ദൈവം തീറ്റിപ്പോറ്റുന്നു. ഉത്തരം ശരി. 19ാമത്തെ ക്വസ്റ്റ്യൻ, ദൈവം എല്ലാം എനിക്ക് വേണ്ടി സൃഷ്ടിച്ചു. ഞാൻ ദൈവത്തെ സ്നേഹിക്കേണ്ട. ഉത്തരം തെറ്റ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ദൈവം തൻ്റെ പുത്രനെ നമുക്കായി അയച്ചു. ഉത്തരം ശരി. ഇതിൽ ഏതെങ്കിലും 3 എണ്ണം ചോദിച്ചാൽ മതി. 3 എണ്ണത്തിന് 6 മാർക്കാണ്. അടുത്തത് 4ാമത്തെ സെക്ഷൻ, ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം പറയുക. ബൈബിൾ പഠന സഹായിയിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ബൈബിളിലെ ആദ്യത്തെ പുസ്തകം ബ്രാക്കറ്റ് ഉൽപ്പത്തി, പുറപ്പാട്, ജെറമിയ. ഉത്തരം ഉൽപ്പത്തി. 22ാമത്തെ ക്വസ്റ്റ്യൻ, ബൈബിളിലെ ആദ്യത്തെ വാചകം ഏത്? ബ്രാക്കറ്റ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം വെളിച്ചം സൃഷ്ടിച്ചു. വചനം മാംസമായി. ഉത്തരം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 23ാമത്തെ ക്വസ്റ്റ്യൻ, ബൈബിൾ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? ബ്രാക്കറ്റ് പുസ്തകം, സമാഹാരം, ഉദ്ധരണി. ഉത്തരം പുസ്തകം. 24ാമത്തെ ക്വസ്റ്റ്യൻ, ക്രിസ്തു മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം ഏത്? ബ്രാക്കറ്റ് ബൈബിൾ, കുർബാന പുസ്തകം, നൊവേന പുസ്തകം. ഉത്തരം ബൈബിൾ. ബൈബിളിലെ അവസാനത്തെ പുസ്തകമേത്? ബ്രാക്കറ്റ് പുറപ്പാട്, യോഹന്നാൻ,
വെളിപാട്. ഉത്തരം വെളിപാട്. 2 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും. അങ്ങനെ 5 ക്വസ്റ്റ്യന് 10 മാർക്കാണ് ലഭിക്കുക. 5ാമത്തെ സെക്ഷൻ ഉത്തരം പറയുക. 26ാമത്തെ ക്വസ്റ്റ്യൻ സൃഷ്ടികളായ മനുഷ്യർ എപ്പോഴൊക്കെയാണ് ദൈവത്തെ സ്തുതിച്ചിരുന്നത്? സൃഷ്ടികളായ മനുഷ്യർ എപ്പോഴും സൃഷ്ടാവായ ദൈവത്തെ സ്തുതിച്ചിരുന്നു. മനോഹരമായ പ്രപഞ്ചം നൽകിയതിനെ അവർ ദൈവത്തെ സ്തുതിച്ചു. ധാരാളം വിളവുകൾ കിട്ടിയപ്പോൾ അവർ ദൈവത്തെ സ്തുതിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെങ്ങനെ? ഉത്തരം ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിച്ചു. 28ാമത്തെ ക്വസ്റ്റ്യൻ മാലാഖമാർ ആട്ടിടയന്മാരെ അറിയിച്ച സന്തോഷ വാർത്ത എന്താണ്? ഉത്തരം ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. 29ാമത്തെ ക്വസ്റ്റ്യൻ ഏതെല്ലാം വിധത്തിലാണ് ദൈവം നമ്മെ പരിപാലിക്കുന്നത്? ഉത്തരം ശ്വസിക്കാൻ വായു, കുടിക്കാൻ വെള്ളം, ഭക്ഷിക്കാൻ ആഹാരം, ധരിക്കാൻ വസ്ത്രം, താമസിക്കാൻ വീട്, പഠിക്കാൻ വിദ്യാലയം. പഠിക്കാൻ നമുക്ക് ബുദ്ധി നൽകിയിരിക്കുന്നു. കളിക്കുവാനും ചിരിക്കുവാനും നമുക്ക് കഴിയുന്നു. പാട്ടുപാടുവാനും പടം വരയ്ക്കുവാനും നൃത്തം ചെയ്യുവാനും നമുക്ക് സാധിക്കും. ഇവയെല്ലാം തന്ന് ദൈവം നമ്മെ പരിപാലിക്കുന്നു. 30ാമത്തെ ക്വസ്റ്റ്യൻ ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ച ഏതെങ്കിലും 4 കാര്യങ്ങൾ പറയുക. ഉത്തരം ദൈവം നമുക്ക് വേണ്ടി പകൽ വെളിച്ചം നൽകുവാൻ സൂര്യനെ സൃഷ്ടിച്ചു. രാത്രിയിൽ പ്രകാശം നൽകുവാൻ ചന്ദ്രനും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. മധുരമുള്ള പഴങ്ങളും രുചിയുള്ള കായ്കളും സൃഷ്ടിച്ചു. നമുക്ക് വേണ്ടി പക്ഷികളെയും മൃഗങ്ങളെയും സൃഷ്ടിച്ചു. ഇങ്ങനെ 5 ക്വസ്റ്റ്യന് 3 മാർക്ക് വീതം 15 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് കിട്ടുക. 6ാമത്തെ സെക്ഷൻ പാട്ടുപാടുക. ഞായറാഴ്ച മതബോധന ക്ലാസ്സിൽ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു പാട്ട് പാടുക. ഉത്തരം നന്ദി ദൈവമേ നന്ദി ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേകിടാം അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം നന്മരൂപനേ നല്ല ദൈവമേ നന്മരൂപനേ നല്ല ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ. ഈ ക്വസ്റ്റ്യന് 5 മാർക്കാണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബായ്.